ഇന്ന് രാത്രി കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഈ പാസ്ത അങ്ങനെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ബുധനാഴ്ച കാലത്തൊട്ടേക്കും തന്നോട്ടേക്കും സ്നാക്സ് ആയിട്ട് കൂടെ കൊടുത്തു വിടാമെന്ന്. അപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നും ഉണ്ടാക്കാത്ത സാധനം ആയതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനും കൂടെ ആയിരിക്കും. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാത്രി എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നാളെ കൊടുത്തു വിടാം. അപ്പോൾ ഇത് റെഡ് സോസ് പാസ്തയാണ്. ഈ പാസ്തയുടെ പേര് എന്തോ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഞാനിപ്പോൾ മറന്നുപോയി. ഇത് വെജ് പാസ്തയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിയപ്പോൾ ഞാൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കഷ്ണത്തിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വെജിൻ്റെ റെസിപ്പി കിട്ടിയതുകൊണ്ട് അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പല നിറത്തിലുള്ള ക്യാപ്സിക്കൊക്കെ എടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ ഇപ്പോൾ പച്ച മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് കോണും കൂടെ ഇടണം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോണ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് സമയമായപ്പോൾ ഇടാനും മറന്നുപോയി. അപ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് പാസ്ത വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ 4 തക്കാളിയും കൂടെ ഒന്ന് 4ആയിട്ട് കീറിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടുമല്ലോ. അതിന് ഞാനിങ്ങനെ ടൊമാറ്റോ പ്യൂരി ആക്കി എടുത്തു. ആദ്യം കുറച്ച് എണ്ണയിലോട്ട് വെളുത്തുള്ളിയും ക്യാപ്സിക്കവും സവാളയും കൂടെ ഒന്ന് വഴറ്റി അങ്ങ് മാറ്റി വെച്ചു. വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി എടുത്ത് അതിലോട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ 2 ക്യൂബ് ചീസും ഇട്ട് ചീസ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതിലോട്ട് കോണും ക്യാരറ്റും ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മുടെ പാസ്തയും വേവിച്ചതും ഇട്ടു. കുറച്ച് ഒറിഗാനോ, കുരുമുളക്, കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനങ്ങളോട് വലിയ പ്രിയമില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ ചൂടാക്കി 2 പേർക്കും കൊടുത്തു വിട്ടു.